അമ്മായിമ്മക്കും അമ്മോശാക്കാക്കും ഉണ്ട് ബാധ്യത. വലിയ കുറ്റം ലഭിക്കുന്ന കാര്യമാണ്. ശപിച്ചിട്ടുണ്ട് എന്നാ പറയണത് അല്ലാഹു. ആരെന്നറിയോ? അനീതി കാണിക്കുന്നവരെ, അനീതി കാണിക്കുന്നവരെ ശപിച്ചിട്ടുണ്ട് എന്നാ പറയണേ. ഞങ്ങളൊക്കെ നാട്ടിലെ നോമ്പായി കഴിഞ്ഞാൽ നനച്ചുളിയാന്നൊരു പരിപാടി ഉണ്ട്. കോഴിക്കോടുണ്ടാ? ഹൈ, കോഴിക്കോട്ടെ നോമ്പായി കഴിഞ്ഞാൽ വീട് മുഴുവൻ മറിച്ചിട്ടിട്ട് കഴുകി വൃത്തിയാക്കൂലേ? വീടിന്റെ മുകളിലെ ആരും കാണാത്ത റാക്കിന്റെ മുകളില് ജാമ്പവാന്റെ കാലത്ത് എടുത്തു വെച്ച പ്ലേറ്റും പാത്രമൊക്കെ ഉണ്ടാവും. അതൊന്നിനും പറ്റൂല. ഇനി തൊടുക്കെറിയാൻ പോലും പറ്റാത്ത പാത്രങ്ങളാ. ഈ പാത്രങ്ങളൊക്കെ കയറി കോണി വെച്ച് കയറി ഈ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും അതിന്റെ മുകളിൽ തന്നെ വെക്കും. ഇതെന്തിനാണെന്ന് അന്നുള്ളവർക്കും അറിയില്ല, ഇന്നുള്ളവർക്കും അറിയില്ല. അല്ലെ? ഇതൊരു ആചാരമായിട്ട് ഞങ്ങളൊക്കെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്നേ. എന്നിട്ട് ഈ പെൺകുട്ടി മരുമോളില്ലേ, ഈ ഏണിയിൽ ഇങ്ങനെ കേറി പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ പൊക്കി നിൽക്കുക. അപ്പോഴാണ് നാത്തൂൻ കേറി വരുന്നേ. ആര്? ഉമ്മാന്റെ മോള് കേറി വന്നിട്ട്, ഉമ്മാൻക്ക് വെയ്യമ്മ, തീരെ വെയ്യാണ്ടായിട്ടുണ്ട്, 3 ദിവസമായി ആ പൊരയില് നനച്ചുളിന്റെ പണിയാണ്, വീട് വൃത്തിയാക്കണ പണിയാണ്, പണിയെടുത്ത് ഞാൻ തളർന്നമ്മ. ആ അമ്മായിമാക്കാണെങ്കിൽ പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോ പെറ്റമ്മ ചേർത്ത് പിടിച്ചിട്ട് പറയാ, ഈ കാലത്തുണ്ടോ ഇങ്ങനത്തെയൊക്കെ തള്ളാര്? ഇക്കാലത്തുണ്ടോ ഇങ്ങനത്തെയൊക്കെ തള്ളാര്ന്ന്? മറ്റോള് കോണിന്റെ മുകളിലാ. ആര്? ഉമ്മാന്റെ മരുവോളെ. ഓള് താഴത്തേക്ക് ഒരു നോട്ടം, ഓള് താഴത്തേക്ക് നേരെ ഒരു നോട്ടം. ഉണ്ടേക്കൂലമ്മാന്നോള്, ഓള് ഉണ്ടേക്കൂലമ്മാന്ന്. ഇതൊരൊറ്റ ഉദാഹരണം മതിയല്ലോ അല്ലെ പ്രിയപ്പെട്ടവരെ? നമ്മളെ മക്കളും ഗർഭിണികളാവും, മരുമക്കളും ഗർഭിണികളാകും. നമ്മൾ ആലോചിക്കുക, മകളുടെ ഗർഭകാലം എങ്ങനെയാണോ ഞാൻ കൈകാര്യം ചെയ്തത്, അതുപോലെ എന്റെ മരോളെ ഗർഭകാലം ഞാൻ കൈകാര്യം ചെയ്യണുണ്ടോന്ന്. ഓളമ്മ ഒരു 6ാമത്തെ പ്രാവശ്യം വിളിച്ചാ പറയും, ഇതെന്തിനാ അതിങ്ങനെ വിളിക്കണത്? നമ്മള് 12ാമത്തെ കോളിപ്പ കട്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. ആരെ? മകളെ കെട്ടിച്ചോടത്തേക്കേ. അനീതിയാ, വളരെ നിസ്സാരമായിട്ട് നമ്മൾ കളയണതായിരിക്കും. ഇതിനൊക്കെ ഇപ്പൊ കുറ്റോ ആന്ന്? അതാണ് അനീതി. അതിനുണ്ടല്ലോ കുറ്റം, അതിനും കുറ്റം കിട്ടും. അത് അനീതിയാണ്, ഇനീക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി കാണിക്കണം. മരുവോള് എന്നുള്ള പേരെടുന്ന ഉണ്ടായത് മരുമകൾ, മറുമകളാ. മറുമകൾ നമ്മൾ പറഞ്ഞു മരുവോളായി അല്ലേ? മകളുടെ മറുഭാഗമാണ് മറുമകൾ. മകളുടെ മറുഭാഗം. മകളെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ എന്റെ മരുമകളെയും ഞാൻ സ്നേഹിക്കേണ്ടതുണ്ട്.